ഹായ് ഫ്രണ്ട്സ്, ചോളം ഉപ്പുമാവ് നമുക്കുണ്ടാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇത് പഴയ കാലത്ത് സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടുള്ള മിക്കവാറും ഉള്ളവർക്കൊക്കെ നാവിൻ തുമ്പിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും കാണും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇടാം. കറിവേപ്പില ഇടാം. ഇഞ്ചി പൊടിയായി അരിഞ്ഞതിടാം. ഒരു പച്ചമുളക് കൊടുക്കാം. ഒരു സവാള കൊത്തി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിന് വേണ്ടുന്ന ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉപ്പിടുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണല്ലോ ഉപ്പിടുന്നത്. അപ്പോൾ ഈ റവ, ചോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അരി പോലെ അത്രയും ഉപ്പ് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റിൽ നോക്കുമ്പോൾ കുറച്ച് താഴ്ത്തി നിർത്തും. ഈ തക്കാളിയുടെ അകത്തുള്ളതെല്ലാം മാറ്റിയെടുത്തിട്ട് ഇതിൻ്റെ തൊണ്ട് മാത്രം എടുക്കാം. എൻ്റെ കയ്യിലുള്ള ക്യാരറ്റ് വെട്ടിയപ്പോൾ അകത്ത് കേടാവുന്നത് പോലെ തോന്നി. അപ്പോൾ അത് ചേർത്താൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ തക്കാളി പകരം ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ഇനി നമുക്ക് ചോളം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേകട്ടെ. 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിലോട്ട് ഇനി 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ വെള്ളം എടുത്ത അളവ് നമ്മൾ സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം. ഇത് 1 ഗ്ലാസ് ചോളപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലാണ് എടുത്തത്. അപ്പോൾ വെന്ത് ഇങ്ങനെ പാകമായപ്പോൾ ആ വെള്ളം കറക്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.